ഹലോ, എല്ലാവർക്കും എന്താ പറയുക, എന്ത് പറഞ്ഞ് ഇന്നത്തെ ഒരു തുടങ്ങുമെന്നറിയില്ല. കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ രാവിലെ മുതലേ തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് വീണ്ടും 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 യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ എത്രയോ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീണ് വയനാട് ദുരന്തത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് അടയ്ക്കാൻ പറ്റണില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാലും നമുക്ക് പറ്റണില്ല. ഞാൻ കടയിലാണ്, പക്ഷെ എന്നാലും നേരെ പോകുന്നത് യൂട്യൂബിലോട്ടാണ്. അപ്പോൾ യൂട്യൂബിലോട്ട് പോകുമ്പോൾ തന്നെ ലൈവ് ന്യൂസ് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് കരയുന്നതും ഒരുപാട് പേര് തൻ്റെ സ്വന്തം അച്ഛനമ്മ എവിടെയാണെന്നോ അല്ലെങ്കിൽ കൂടപ്പുറപ്പുകൾ എവിടെയാണെന്നോ ഇത്രയും ദിവസം കളിച്ച് നടന്ന സുഹൃത്തുക്കൾ എവിടെയാണെന്നോ അയൽവാസികൾ എവിടെയാണെന്നോ അറിയുന്നില്ല. ഫുള്ള് തുടച്ച് മാറ്റിയതുപോലെയാണ് ആ ഒരു പ്രദേശം കാണുന്നത്. വലിയൊരു ദുരന്തത്തിനാണ് നമ്മുടെ രാജ്യം, നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് എന്തായാലും പറ്റത്തില്ല. അവർക്ക് ഇപ്പോൾ നമ്മളെ കൊണ്ടിപ്പോൾ വീട്ടിലിരിക്കുന്ന ആർക്കും ചെന്ന് അവിടെ ഒരു സഹായം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വീട്ടിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. ചെറിയൊരു മഴ വന്നാൽ പോലും ഒരു സ്ഥലവും കേരളത്തിലെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്കൊരു സേഫ് എന്ന് പറയാൻ പറ്റത്തില്ല. 2 ദിവസം തുടർച്ചയായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ വെള്ളത്തിലായി പോകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ മീഡിയാസിൻ്റെ താഴെ വരുന്ന ന്യൂസിൻ്റെ അടിയിലെല്ലാം വരുന്നത് ഇത്രയും മഴയാണെങ്കിൽ മുല്ലപ്പെരിയാർ എങ്ങനെയാവും, മുല്ലപ്പെരിയാർ പൊട്ടുമോ, അങ്ങനെ ഒരുപാട് മെസ്സേജസാണ് വരുന്നത്. എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ് മുല്ലപ്പെരിയാർ എന്താവുന്നത്. ഞാനൊരു ഇടുക്കിക്കാരി, പീരുമേടുകാരിയാണ്. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പം നമ്മൾ താമസിക്കുന്ന എറണാകുളത്താണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മുല്ലപ്പെരിയാർ എന്താവും, മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള അവസ്ഥ എന്താവും, ഇതുപോലുള്ള ദുരന്തങ്ങളെ എങ്ങനെ നേരിടും അറിയത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ ആരോടും ഒന്നിനും എന്താ പറയുക കുറ്റം പറയാനുള്ള സമയമല്ല. നമ്മൾ മുട്ടിപ്പോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും കൊണ്ടുവരുന്നത്, ശവങ്ങൾ ഒഴുകി വന്ന് അടിയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മളെക്കൊണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു ചാനൽ കണ്ട് എന്താ പറയുക ഒരു മെസ്സേജ് ഇടാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ബാക്കി വന്നിരിക്കുന്ന ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരാളായിരിക്കും രക്ഷപ്പെട്ടിരിക്കുന്നത്, ചിലപ്പോൾ 2 പേരായിരിക്കും, ബാക്കി എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടാവും. അവരുടെ ഇത്രയും ദിവസം ഒരു ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടതെല്ലാം ഒരു മിനിറ്റിൽ ആ ഒരു മണ്ണും വെള്ളവും എല്ലാം കൊണ്ടുപോയി. ഇനി അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കണ്ടതാണ് പല ദുരന്തങ്ങളും. പക്ഷേ നമ്മുടെ കണ്ണ് മുമ്പിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉള്ള വിഷമം, നിങ്ങൾ അവർക്ക് വേണ്ടിയെല്ലാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ അവർക്കെല്ലാം സമാധാനം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇനി ഒരു ദുരന്തം ഇങ്ങനെ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായെന്ന് നമുക്കറിയാം. അതിൻ്റെ ഓരോ അടയാളങ്ങൾ നമ്മൾ ദിവസങ്ങളിൽ കണ്ടുവരുന്നു. പക്ഷേ ഈ സംഭവിക്കുന്നതെല്ലാം കണ്ടു നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല. ഞാൻ യൂട്യൂബ് അടയ്ക്കണം, യൂട്യൂബ് ഇനി നോക്കരുത് ഞാൻ എങ്ങനെ ഓർക്കും. പക്ഷേ വീണ്ടും 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 നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൈൻഡ് പോകുന്നത് അങ്ങോട്ടാണ്. പക്ഷേ എവിടെയോ നടന്ന്, അല്ലെങ്കിൽ വയനാട്ടിലാണ് നടന്നത്, നമ്മളെവിടെയാണ് അറിയാത്തവരാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും മനുഷ്യജീവനാണ്. ഇന്ന് അവിടെ സംഭവിച്ചാൽ ചിലപ്പോൾ നാളെ നമുക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ആ ഒരു ഇതിൻ്റെ അകത്താണ് ഇരിക്കണത്. ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവമക്കൾ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ആ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് എന്ത് കിട്ടിയാലും ഇനി സമാധാനമാവുന്നല്ല. എല്ലാ ജീവനുകളും പോയി. മരണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയാണെങ്കിലും ഒരാൾ നമ്മളെ വിട്ട് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. രാവിലെയൊക്കെ വചനം എടുത്തിടാൻ പോലും ഉള്ള ഒരു മൈൻഡ് കിട്ടിയില്ല. ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അറിഞ്ഞില്ല. കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് വന്നത്. അടുക്കളയിലായിരുന്നു. അപ്പോഴാണ് ചെന്നൈയിൽ നിന്ന് അനിയത്തി വിളിച്ച്, അനിയത്തിയുടെ ഫാമിലി അവിടെ ഉണ്ട്, വയനാട്ടിലുണ്ട്. അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ന്യൂസ് വെച്ചത്. അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്. അപ്പോൾ ആ ഒരു സമയം തുടങ്ങി ഇതുവരെ ഞാൻ ഈ ഫോണ് താഴെ വെച്ചിട്ടില്ല. എനിക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് പറ്റുന്നില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു മിനിറ്റുകൾക്കുള്ളിൽ ഒരു സ്ഥലം മുഴുവനും തുടച്ച് നീക്കപ്പെട്ട ആളുകൾ എവിടെയെന്ന് അറിയുന്നില്ല. ഹോസ്പിറ്റലിലൊക്കെ, മിംസ് ഹോസ്പിറ്റലിലൊക്കെ ആൾക്കാരെ തപ്പി നടക്കണോ, എൻ്റെ സ്വന്തക്കാരാണോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണോ എൻ്റെ അമ്മയാണോ. ഒരേ വീടിൻ്റെ അകത്ത് പലരും മരിച്ചു കിടക്കുന്നു, ഒരാൾ ജീവനോടെ ഇരിക്കുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരുടെയൊക്കെ അവസ്ഥ എന്നാൽ നമുക്ക് ഭയങ്കര ഭയാനകമാണ്. ലോകത്ത് നടക്കുന്നതല്ല. അപ്പം ഞാനിപ്പോൾ വന്നത് വേറൊന്നിനുമല്ല, ഇതിന് വീഡിയോ എടുത്ത് വലിയ ഇതാക്കാനൊന്നുമല്ല. നിങ്ങൾ വീട്ടിലിരിക്കുന്നവർ, ഈ ന്യൂസൊക്കെ കാണുന്നവർ, ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ വന്നത്. പ്രാർത്ഥന അവരോടുകൂടി ഇരിക്കട്ടെ, അവർ ഓരോരുത്തരെ ആശ്വസിപ്പിക്കട്ടെ.